ശരീരവേദനകൾക്ക് അടുക്കള പൊളിച്ചു മാറ്റുന്നതിന്റെ മുമ്പ് ക്ലാസ് കേൾക്കുന്നവർ ഇത് ഒരു വിഷയം പറഞ്ഞ് ഭീതി അടക്കാനുള്ളതല്ല. സാധാരണക്കാർ മനസ്സിലാക്കാതെ പോയ ഇസ്ലാമികമായ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബോധവന്മാരാക്കുക എന്ന നിലക്കാനുള്ള ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പം വിഷയത്തിന്റെ മർമ്മപ്രധാനത്തിലേക്ക് എത്തണമെങ്കിൽ 4 or 5 ക്ലാസ്സൊക്കെ ആയിന്ന് വരും. എന്റെ ഒരു ശൈലി അങ്ങനെയാണ്. പലപ്പോഴും മറ്റു ഉസ്താദന്മാരെ പോലെ അല്ല എന്ന് കംപ്ലൈന്റ് പറയുന്നവരുണ്ട്. അബൂറയ്യ ഉസ്താദ് ഒരു വിഷയം തുടങ്ങിയ പിന്നെ വേറെ ഏതൊക്കെയോ വൈക്കാൻ ആര് എന്ത് പറഞ്ഞാലും നമുക്കൊരു വിരോധമില്ല. അത് ഉപകരിക്കുന്നവരുണ്ട്. കാരണം ഒരു വിഷയം കേൾക്കാൻ താല്പര്യപ്പെട്ട് വരുമ്പോ അതിലൂടെ മറ്റു കുറെ കാര്യങ്ങൾ കൂടി അവരെ ബോധ്യപ്പെടുത്തുക അത് എൻ്റെ ഒരു ശൈലിയാണ്. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അതുകൊണ്ട് പുതുതായി ക്ലാസുകളിലേക്ക് വരുന്നവർ ഗ്രൂപ്പ് വൈക്കോ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ക്ലാസുകൾ മുൻ ക്ലാസുകൾ കൂടി കേൾക്കാൻ തയ്യാറാവണം എന്ന് സാന്ദർഭികമായി ഉണർത്തി പറയുന്നതൊക്കെയും പരമാവധി ശ്രദ്ധിച്ചും കൊണ്ട് തന്നെയാണ് എന്നും ഞാൻ പറയട്ടെ. ഇന്നലെ നമ്മുടെ അരീക്കാടൻ അഷ്റഫ് ഒരു വോയിസ് എനിക്ക് തന്നു. അദ്ദേഹം ഒരു ഡോക്ടറാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വോയിസ് കേട്ടപ്പോൾ. അദ്ദേഹത്തിന്റെ വോയിസിലുള്ളത് അബൂറയ്യ ഉസ്താദിന്റെ ക്ലാസ് കണ്ടമോന്ന് ആൾക്കാർ കേൾക്കുന്നുണ്ട് അല്ലെ? അരീക്കാട് അഷ്റഫ് ഞാൻ പറഞ്ഞതല്ലോ, അത് അഷ്റഫ് അതിന് സാക്ഷിയാണ്. അപ്പോ കാര്യങ്ങൾ പറയുമ്പോ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഇത്. അത് എന്ന് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. ഷുഗറിന് മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് തകരാറ് വരും, പല രോഗങ്ങളും അത് കാരണമാകും. അപ്പൊ ഈ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോ ആൾക്കാർ പിന്നെ ഷുഗറിന് മരുന്ന് കഴിക്കൂല. അതൊക്കെയുള്ള ബേജാറ് അതായിരിക്കാം. നിങ്ങൾക്കറിയോ? പ്യൂർ സയൻസ് എന്താ ഈ സാധനങ്ങൾ 2 പോലത്തെ ഉണ്ട്. അഷറഫത്താമ്പി എന്തുവാണ് ക്ലാസ് ഇംഗ്ലീഷ് പറയുമ്പോ എന്തെങ്കിലൊക്കെ കുഴപ്പം വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ശരിയാക്കിയാൽ മതി. ഈ സാധനം 2 ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പച്ചക്കറി ആണെങ്കിലും നാടൻ പയറ്, നാടൻ കുമ്പളങ്ങ, അത് കുറച്ച് നല്ല സാധനമായിരിക്കും. അങ്ങനെ നമ്മൾ ഏത് വിഷയത്തിലും ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും ഉണ്ട്. പ്യൂർ സയൻസിന്റെ പഠനം എന്താണ് നിങ്ങൾ? ഷുഗറിനുള്ള മരുന്ന് വലിയ വലിയ രോഗങ്ങൾക്ക് കാരണമാവുന്ന കേരളത്തിലെ ഡോക്ടർമാർ പറഞ്ഞതെന്നല്ല, വലിയ വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഷുഗർ വന്നാൽ മരുന്ന് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഈ ഷുഗർ വരാതിരിക്കാനുള്ള കാരണമാണ് നമ്മൾ ആദ്യം. ഷുഗർ ഉണ്ടാവാൻ പല കാരണങ്ങളിൽ ഒരു പ്രമേഹം, ഷുഗർ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം മാനസികമായ പിരിമുറുക്കമാണ്. യഹിയത്തിൻ കൂത്തുൽ കുലൂബിലെ വർത്താനം എന്നല്ല പറഞ്ഞ ഭൗതിക ഡോക്ടർമാർ സമ്മതിച്ച കാര്യം പറയുന്നു. അതായത് മാനസിക പിരിമുറുക്കം, മനസ്സിൽ ഓരോ ദുഷിച്ച ചിന്തകൾ, ടെൻഷൻ, ബേജാറ്, വെപ്രാളം, നമ്മളിങ്ങനെ മനസ്സ് കടന്ന് പടക്കുകയാണ്. എന്റെ കാരണം മനസ്സിൽ പിരിമുറുക്കും വിഷമങ്ങളും വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അസൂയാണ്. എന്നൊരു അയൽവാസി ഉണ്ട്, ഓനോട് ഭയങ്കര അസൂയാണ്. അപ്പൊ ഇങ്ങനെ അസൂയ വെക്കുന്നതിനനുസരിച്ച് ഓനിങ്ങനെ ഉയർന്നു പോവുക. അപ്പന്റെ മനസ്സിലെ ചിന്ത എന്താ? ഓനെ ഒതുക്കാൻ എന്താ ചെയ്യാന്നാണ്.
ഇത് മനസ്സിലൊരു പിരിമുറുക്കാണല്ലോ. ഇവന്റെ മനസ്സിൽ 24 മണിക്കൂറും ഈ ആരോടാണോ ഇവൻ ശത്രുത വെക്കുന്നത്, ആ ശത്രുത വെക്കുന്നവനെ ഒതുക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയാണ്. ഓനൊരു ആൾട്ടോ കാർ വാങ്ങി, ഇവനക്ക് സഹിച്ചില്ല. ഓൻ ഇതുവരെ ഓട്ടോറിക്ഷ ഓപ്പഞ്ഞ ആൾട്ടോ കാറിലാണ്. അപ്പൊ ഇവനക്ക് വീണ്ടും വിഷമം കൂടി. അയൽവാസി ആൾട്ടോ കാർ വാങ്ങിയപ്പോ പിന്നെ 2 മാസം കഴിഞ്ഞപ്പോ ഇന്നോവ വാങ്ങുന്നു. അപ്പൊ ഇവനക്ക് ഒന്നും പാടെ വിഷമം കൂടി. പിന്നെ ഇന്നോവ വാങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ ആ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ പുതിയ കാർ സംഭവഗിരി, നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ല, അത്രയും കണ്ടിട്ട്. അപ്പൊ എന്താ ഞാൻ പറയുന്നത് എന്നറിയങ്ങള്, ഇവനിക്കിതിങ്ങനെ മറ്റോന്റെ വളർച്ചയിൽ ഇവന്റെ മനസ്സിങ്ങനെ തകരുകയാണല്ലേ. അതിന്റെ സ്ത്രീകൾക്കൊക്കെ എളുപ്പം തിരി. ഈ അമ്മായിമ്മ പോരും മഴയോലും കുഞ്ഞൊക്കെ ഉള്ള ചില സ്ത്രീകളുണ്ടാവും. പോയിക്കൊക്കെ ഇപ്പൊ ഈ ക്ലാസ് വെക്കുമ്പോ എളുപ്പം തിരി. അമ്മായിമ്മ പോര്, നാട്ടും പോര്, ഇങ്ങനത്തെ കുറെ പോരും കുഞ്ചുള്ള മനുഷ്യന്മാരുണ്ട്. പോയിക്ക് എളുപ്പം തിരിയും. കാരണം എങ്ങനെയാണ് ഇപ്പൊ അമ്മായിമാനെ തകർക്കാനൊരു ഒറ്റ ചിന്ത, അല്ലെങ്കിൽ മഴയോൽക്ക് എന്താ കുറ്റം എന്ന് ആലോചിച്ചു അങ്ങനെ നടക്കുകയാണ് അമ്മായി. നമ്മുടെ നാടുകളിലൊക്കെ ഇതല്ലേ. ഇവരുടെ മനസ്സും ഇതും അങ്ങനത്തെ കാര്യം. അങ്ങനെ മനസ്സ് ദുഷിക്കും. മനസ്സിലെ പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം, അത് ഷുഗറിന് കാരണം. ഷുഗർ മരുന്ന് കഴിക്കുമ്പോ പല രോഗങ്ങൾക്കും അത് കാരണം. ഷുഗർ വന്നാൽ മരുന്ന് കഴിക്കണ്ടാന്നല്ല കാരണം. അങ്ങനെ മരുന്ന് കഴിച്ച് ഇവർ വലിയ രോഗങ്ങളായി. ഇപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളി. വാങ്ങിയില്ലേ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ അത് ദോഷങ്ങൾ. എന്താ ദോഷം? അസൂയ, ഇബറ്, കുനിച്ച്, പോര്, മനസ്സിലായോ? ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നു. എല്ലാം ശ്രദ്ധിക്കണം. മനസ്സിൽ വന്നു. അത് കാരണം മാനസികമായ പിരിമുറുക്കങ്ങൾ ഇവന്റെ കൽബിൽ അധികരിച്ചു. അങ്ങനെ ഇവൻ പ്രമേഹ രോഗിയായി അവസാനം ഇവൻ പല ഭക്ഷണങ്ങളും, ആരോഗ്യ സംബന്ധമായ പല ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ ഇവൻ മരുന്നിന് അടിമപ്പെട്ടു. അങ്ങനെ മരുന്ന് കാരണം പിന്നെ അത് പല രോഗങ്ങൾക്കും കാരണമായി. ഞങ്ങള് ഞങ്ങൾക്ക് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ രോഗങ്ങളൊക്കെ വന്നത് മാനസിക പിരിമുറുക്കത്തിൽ നിന്നാണ്. ഇവനിക്ക് മാനസികമായ പ്രശ്നങ്ങൾ വന്നത് ഒന്ന് ഇവന്റെ കൊഞ്ചും പോലും അസൂയും. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ ആരോഗ്യം എന്താ? ഏറ്റവും വലിയ ആരോഗ്യം മാനസികമായ ആരോഗ്യമാണ്. മനസ്സിന്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ആരോഗ്യം. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ആ മനസ്സിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉള്ളത് കൊണ്ട് തൊൽപ്പതിപ്പെടുക. ഉള്ളത് കൊണ്ട് തൊൽപ്പതിപ്പെടുക. കാവിതാനെ കായല്ലെങ്കിൽ കാവിട്ട് പൊരുത്തപ്പെടുക. വീടിന്റെ നിലമ്പടി അങ്ങനെ നിങ്ങൾ പഠിച്ച്. കാവിതാനെ കാശ് ഒന്നുവെങ്കിൽ ആ കാശ് ഉള്ള കാശ് കൊണ്ട് ഉള്ള കാവി വൃത്തിയിലിട്ട് അൽഹംദുലില്ലാന്നും പറഞ്ഞ് നമ്മൾ സുഖമായി ജീവിക്കുക. കാവിടാൻ പോലും കായില്ലാത്ത ഗ്രാനൈറ്റ് തന്നെ വേണം. അപ്പൊ ഉള്ളത് കൊണ്ട് നമ്മൾ തെളിപ്പടിപ്പെടുന്നില്ല. ഉദാഹരണങ്ങൾക്ക് ഉള്ളത് ഇവന്റെയൊക്കെ ഉള്ളത് ഇപ്പൊ എന്താ? കാവിതാല കാശാണ്. പക്ഷെ അതേറ്റവും തെളിപ്പടിപ്പെടാതെ ഗ്രാനൈറ്റ് തന്നെ വേണമെന്നുള്ള വാശിക്ക് മാറി. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇവനെ മൂപ്പിച്ചു. താത്താടെ പേരേൽ, അഞ്ചത്തിന്റെ പേരേൽ ഓലൊക്കെ ഗ്രാനൈറ്റ്, പെണ്ണുങ്ങൾ ഈ കാവി. ഇവൻ പെണ്ണുങ്ങൾ മൂപ്പിച്ച് എന്റെ മഹര് ചെയ്ത് തന്നാലും മതിയില്ല. അതുവരെ ഓല വിശ്വാസം എന്താ? ഞങ്ങള് മഹര് ചെയ്ന് വിറ്റാ തലാക്ക് പോകുന്നേ വിശ്വസിച്ചില്ല. അങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട് മഹര് ചെയ്ന് വിറ്റാ തലാക്ക് പോകുന്ന വിശ്വസിക്കുന്ന പെണ്ണുങ്ങൾ. മഹര് ചെയ്ന് വിറ്റ 5 പവൻ 6 പവൻ അല്ലെങ്കിൽ 10 പവനൊക്കെ മഹര് ചെയ്യുന്നുണ്ടാവും വലിയ വലിയ മുതലാളിമാരൊക്കെ ആണെങ്കിൽ. അതൊക്കെ ഒന്ന് ചുരുങ്ങിയത്. ഇത് വിറ്റാ തലാക്ക് പോകുന്ന അതുവരെ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇവൻ പുതിയാപ്പല കാവിടാൻ തീരുമാനിച്ചപ്പോ അവർക്ക് ഉള്ളത് കൊണ്ട് തൊൽപ്പതിപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം ഓല പല പേരേലും അങ്ങനെയാണ് ഇങ്ങനെയാണ്. നോക്കിങ്ങള്
ഇപ്പൊ വേറൊരു ചെറിയ ഉദാഹരണം ഇതിന്റെ ഇടയിൽ പറയാം. മകള് കുതിരിക്കുക, വാപ്പാന്റേക്കും ഇമ്മാന്റേക്കും ഒന്നുമില്ല, പച്ച പാവങ്ങളാണ് വാപ്പയും. ഒരാങ്ങളെ ഗൾഫിലുണ്ട്, ആ പാവം 10-15 കൊല്ലായി 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട്. അപ്പൊ പെങ്ങള് കുതിരിക്കുക. പെങ്ങള് കുതി നിന്നിട്ട് ഉമ്മാനോടും വാപ്പാനോടും വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറെ സാധനം എനിക്ക് കൊണ്ടുവരണം, കൊണ്ടുവരണം, ചില്ലിന്റെ ഡൈനിങ് മേശ കൊണ്ടുവരണം, അത് കൊണ്ടുവരണം. അപ്പൊ ഉമ്മയും വാപ്പയും പറഞ്ഞു, പൊന്നാര മളയെ കയ്യിൽ വലിച്ച കഴിയില്ലേ, നമ്മളെ 5 ആങ്ങളെക്കുട്ടി ഓ പോയിട്ട് അതൊന്നും പറ്റൂല. എന്റെ അയൽവാസി പെണ്ണ് കൂടി ഇരുന്നിട്ട് ഓല പെരേന്ന് എത്ര സാധനാ കൊന്നിക്കണ്. ഒരു പറയാ, ഈ പെണ്ണിന് ഉള്ളത് കൊണ്ട് തൃപ്പതിപ്പെടാനുള്ള ബോധം ഉണ്ടായില്ല. ഈ പെണ്ണ് ഉമ്മാനോടും വാപ്പാനോടും പറഞ്ഞത് എന്താണല്ലോ, എന്റെ അയൽവാസി പെണ്ണ് കുടിയിരുന്നപ്പോഴേ ഓല പെരേന്ന് നിങ്ങൾ കാണണം. അല്ലോ, പിക്കപ്പ് 2 പിക്കപ്പിലെ സാധനം വന്നത്. എന്നിട്ട് പിന്നെ അമ്മയും വാപ്പയും ഗൾഫിലല്ല ഈ മകന് വിളിച്ച, എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ച് പൈസ അയക്കും. ഇത് ഉമ്മ, ഞാനിക്ക് 3 മാസമായി ശമ്പളം കിട്ടിയിട്ടുമ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്, എന്ത് ചെയ്താലും മതിയില്ല, എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഓല് തൂങ്ങിച്ചാവുന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ട്. മകളെ ദാനം പോന്ന് നോക്കിയില്ലെങ്കിൽ കുതിരിക്കലിന് എന്തൊക്കെ നമ്മുടെ നാടുകൾ നടക്കുന്നതാണ്. അപ്പൊ എന്നാലും UAE പോയപ്പോ ഒരു ദുബായിലോ റൂമിൽ ചെന്നു. അവന് സുഹൃത്തിനോട് പറഞ്ഞു, സാറേ 12 കൊല്ലായി ഞാൻ ഗൾഫിലായി, ഒരു പെര കയറ്റിയിട്ടില്ല എന്നാണ്. എന്തേന്ന് ചോദിച്ചു. 5 പെങ്ങന്മാരുണ്ട്, ഓല കെട്ടിച്ച് അപ്പക്ക് പിന്നെ പെര കയറ്റി, അപ്പ കുതിരിക്കലിന് സാധനം, ഒരു പെങ്ങള് കൂടി ഇരുന്ന് കുറെ സാധനം വാങ്ങിക്കൊടുത്തു. അപ്പക്ക് ആ കടങ്ങൾ വീടിയപ്പോഴേക്ക് 2ാമത്തെ പെങ്ങള് കുതിരിക്കൽ വന്നു, വാങ്ങിക്കൊടുത്തു. 2 പെങ്ങന്മാർക്ക് വാങ്ങിക്കൊടുത്ത പിന്നെ 3ാമത്തെ പെങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കൊടുത്ത. ഒച്ചും വിളിയും തിരക്കും കണ്ണീരൊഴിക്കലും കാണണ്ടേ. അങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞതെന്താ, ഞങ്ങള് എന്റെ അമ്മാക്കും വാപ്പാക്കും അതല്ലെങ്കിൽ എന്റെ ആങ്ങളൊക്കൊന്നും ഒരു കഴിവില്ല. അതുകൊണ്ട് ഈ കുതിരിക്കലിന് ഈ വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കാതെ അല്ലാതെ ചില സാധനങ്ങൾ അതേറ്റ് ഞാനത് ഉൾപ്പെടിപ്പറത്തെ നമ്മൾ വച്ച് തിരക്കും ചമ്മി പിന്നെ അവഗണിച്ചു. അയൽവാസികളെ മുമ്പിൽ, ബന്ധുപ്പാത്തയുടെ മുമ്പിൽ മാനം കെടുത്തി. എന്നിട്ട് അവസാനം ആ ഗൾഫിലുള്ള പാവം മാങ്ങള പറഞ്ഞ് അങ്ങനെ ഒരു പണി ചെയ്താൽ എന്നെക്കൊണ്ട് 3 മാസമായി ശമ്പളം കിട്ടി, ഇക്കാമ പുതുക്കാൻ കായില്ലാതെ ഞാൻ നടക്കാൻ. തൽക്കാല ഓല ചെയ്ത് വല വെച്ചാലില്ല. പിന്നെ അവസാനത്തെ എന്താ, ഈ പാവത്തിന്റെ ഭാര്യയുടെ ചെയ്ത് വലയം വെച്ച് പിന്നെ പെങ്ങളുടെ പെരേക്ക് സാധനം. ഞാൻ അത് തമാശ ഒന്നും പറയില്ല. ഞാൻ ഈ കനാഅത്ത് എന്ന് പറയുന്ന തസവുഫുൽ മാർഗം അതുകൊണ്ട് എന്നിട്ട് പിന്നെ വാപ്പാക്കും ഉമ്മാക്കും ബേജാറായി. സോനെ, അന്യ തറവാട്ടിലെ പെൺകുട്ടിയുടെ ചെയിന് പണയം വെച്ചിട്ടാണല്ലോ ഇപ്പൊ മകൾ. ഇതിപ്പോ വാപ്പാക്കും ഉമ്മാക്കും തന്നെ ഇല്ലേ, ഒരു ബോധല്ല വാപ്പിമ്മയാണെങ്കിൽ ഒരു ബേജാറുണ്ടാവുക. ഒരു തറവാട്ടിൽ കല്യാണം കഴിച്ചു ഒരു പെൺകുട്ടിയുടെ ചെയിന് പണയം വെച്ചിട്ടാണ് ഇപ്പൊ മകളെ പെരേക്ക് ഫ്രിഡ്ജും കത്തിനും വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഈ ഉമ്മാക്ക് പിന്നെ ഉറക്കമില്ല. ഇനി പോലെ വാപ്പി ഇമ്മയും വന്ന് ചൂടാവുവാനാവോ. എന്താ ഉറക്കമില്ലായിരിക്കാൻ കാരണം, ഈ മരുവോളെ പ്രസവത്തിന് കൊണ്ടുപോകാനായിട്ട് ശൈലി പറ്റുന്നുണ്ടാണാവോ. ഈ മരുവോളെ പ്രസവത്തിന് കൊണ്ടുപോകാൻ 2 മാസേ ബാക്കിയുള്ളൂ. പ്രസവത്തിന് കൊണ്ടുപോകുമ്പോ നമ്മുടെ നാട്ടിൽ ഒരു ആചാരമുണ്ട്. ആചാരം, ആ മരുമകളുടെ ആഭരണം ഫുള്ള് ധരിച്ചിട്ടാണ് പ്രസവത്തിന് കൊണ്ടുപോവുക. അല്ലേ? പൈസ എളുപ്പത്തെ 5 പെണ്ണുങ്ങളൊക്കെ അങ്ങനല്ലേ കൊണ്ടുപോയത്. പൈസ എളുപ്പത്തെ 5 പെണ്ണുങ്ങളൊക്കെ അങ്ങനല്ലേ കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ആചാരം. നോക്കി ടെൻഷൻ വരുന്ന മാർഗങ്ങൾ നിങ്ങൾ ആലോചിച്ചോക്കാണ്. നമ്മളെ ഓരോ പ്രായമായ മാതാപിതാക്കന്മാരുടെ കൽബിൽ മക്കളുണ്ടാക്കിയ ടെൻഷൻ വന്ന വഴിയും, ടെൻഷൻ കാരണം മാനസികമായ പിരിമുറുക്കം വരാൻ തുടങ്ങി. മാനസികമായ പിരിമുറുക്കം പ്രമേഹത്തിന് കാരണമാണ്. അങ്ങനെ ഷുഗറിന് അടിമപ്പെടാൻ തുടങ്ങി. അവസാനം മരുന്നിന് അടിമപ്പെട്ടു. മരുന്ന് പിന്നെ രോഗങ്ങളിലേക്ക് പോയി. കാരണം മരുമകളെ പ്രസവത്തിന് കൊണ്ടുപോവാൻ 1.5 മാസോ 2 മാസേ ബാക്കിയുള്ളൂ. അപ്പൊ ഇനി പ്രസവത്തിന് കൊണ്ടുപോകുമ്പോ ഓല ആഭരണക്കും
അപ്പൊ ഈ 2 മാസം കൊണ്ട് 75,000 രൂപയ്ക്ക് പണയം വെച്ച് ചെയ്യുക. അള്ളാ പൊന്ന ചില ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, ഉസ്താദേ ഉറങ്ങി മാസമായി എന്നാണ്. നോക്കി നിങ്ങൾ അവിടെ ആലോചിച്ചൊക്കെ ഇങ്ങനെ നല്ലോണം ആലോചിക്കും. ഉറങ്ങിയിട്ട് മാസങ്ങളോളായി. ഒരു ചെയിന് പണയം വെച്ചിട്ടുണ്ട്, മരുവല ചെയിനാണ്. ഓലയാണെങ്കിൽ പോകാതിരിക്കുന്നത്. അതെങ്ങനെ? കാരണം നിങ്ങൾക്ക് സഹോദരിമാർക്കൊക്കെ അറിയാം, നാടുകളിലൊക്കെ പോലുള്ളതാണ്. ചിലപ്പം ചിലവരൊക്കെ എന്തെങ്കിലും ഈ മരുമക്കളുടെ ആഭരണം പണയം വെക്കുക വിൽക്കും. പ്രസവത്തിന് ഫസ്റ്റിലെ പ്രസവത്തിന് അവരെ വീട്ടിലേക്ക് എല്ലാ അവർക്ക് അവരുടെ വാപ്പി കൊടുത്ത ആഭരണം ഫുള്ള് കൊടുത്തതിന് ശേഷം ധരിപ്പിച്ചിട്ടാണ് പോവുക. ഇതാണെങ്കിലോ ലക്ഷക്കണക്കിന് രൂപക്ക് പണയത്തില്ല. ഇത് ആലോചിച്ചിട്ട് വാപ്പാക്കും ഒരു സാധാരണക്കാരായ വാപ്പിന് ഈ ഉറക്കം കിട്ടാതെ മനസ്സിലാകെ അത് മാനസിക ഈ മാനസികമായ പിരിമുറുക്കങ്ങൾ വന്ന് അവസാനം ശാരീരികമായി തളർന്നു, മാനസികമായി തളർന്നു. ആ തളർച്ച അവൻ ബാധിച്ചു. പിന്നെ അവസാനം ഹോസ്പിറ്റലിൽ പോയി ഷുഗറും പ്രഷറും മരിഞ്ഞ്. സയൻസുകൾ വ്യക്തമാക്കുന്നതാണ് ഇവിടെ വന്നതെന്റെ ഉള്ളത് കൊണ്ട് തൃപ്പതിപ്പെട്ട ഒരു എന്റെ കുടുംബത്തിൽ എനിക്ക് ഇന്നലെ വാങ്ങിത്തരാൻ കഴിവുള്ളൂ. അയൽവാസികളുടെ വീട്ടിൽ എന്തോ നടക്കട്ടെ, അതിനൊപ്പിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. കുടുംബത്തിന് ഒന്നും കൂടി ഞാൻ മുമ്പ് പറഞ്ഞതിലേക്ക് വെച്ച്, എനിക്ക് കാവി ഇടാനേ പൈസയുള്ളൂ. അത് ഗ്രാനൈറ്റ് എന്ന വാശിയിൽ നിന്ന് ഒഴിവാക്കുക. പക്ഷെ ഗ്രാനൈറ്റ് തന്നെ വേണം എന്ന വാശിയും അല്ലെങ്കിൽ ആ ഒരു പൊങ്ങച്ചവും നമ്മുടെ കൽബിലേക്ക് വരുമ്പോൾ ഞാൻ 5 ലക്ഷവും 6 ലക്ഷവും 10 ലക്ഷവും ലോൺ എടുക്കാൻ ബാങ്കുമായി ബന്ധം. പിന്നെ ഗൾഫ് ജീവിതം. പിന്നെ അവൻ ഒരു വീട് നല്ല ശ്രദ്ധിക്കാം കേട്ടോ, വീട് കുടിയിരുന്ന് ഗൾഫിലേക്ക് ഒരു സാധാരണക്കാരൻ തിരിച്ചു പോയാൽ പിന്നെ അവന്റെ കൽബിൽ ചിന്ത എന്താ? 10 ലക്ഷം ലോൺ എടുത്ത് 5 ലക്ഷം ലോൺ എടുത്തിട്ടാണ് വീട് പണി പൂർത്തീകരിച്ചിട്ട് ഇനി ആ ലോണ് വീടി കിട്ടണം. ഇനി അവൻ പിന്നെ എങ്ങനെങ്കിലൊക്കെ കള്ള ടാക്സി ഓടുക. ഒരു ഹൗസ് ഡ്രൈവർ ആയിരുന്നു. പക്ഷേ ഹൗസ് ഡ്രൈവറെ ശമ്പളം കൊണ്ട് മാത്രം എന്തിനു സാധിക്കണില്ല? പെരേത്തെ ജീവിതവും ലോൺ അടക്കലും പാടെ നടക്കണില്ല. അപ്പൊ ഓൻ പിന്നെ കള്ള ടാക്സി ഓടാൻ തുടങ്ങും. കാരണം ബാങ്കിലെ ലോൺ അടക്കണ്ടേ. ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇത് കഴിയുന്നില്ല. ഹറാമും ഹലാലൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് 10 റുപ്യ ഉണ്ടാക്കാനുള്ളതാ ചിന്ത. 10 സലാത്തും ചെല്ലാൻ നേരമില്ല, ഇരിക്കുമ്പോ സമാധാനമില്ല. എവിടെന്നാ വന്നത് മക്കളെ? ഈ ടെൻഷനും ബേജാറും കള്ള ടാക്സി ഓടേണ്ട അവസ്ഥയൊക്കെ എത്തിയത് എവിടുന്നാണ് അറിയങ്ങള്? ഈ ഇന്ത്യക്ക് ഇതിനേ കാശുള്ളൂ. ഇതുകൊണ്ട് ഞാൻ തുർപ്പതിപ്പടത്തെ ഭാര്യ സമ്മതിക്കണില്ലാണ്. നോക്കിങ്ങൾ, ഞാൻ ഒരു ഹദീസ് അതിന്റെ ഇടയിൽ കൂട്ടി പറയട്ടെ. മിൻ സആദത്തി ബിനി ആദമ സലാസ, ഒരു മനുഷ്യന്റെ ഭൗതികമായ വിജയം 3 സആദത്തി ബിനി ആദമ സലാസ, ഒരു മനുഷ്യന്റെ വിജയം 3. ഒന്നാമതായി റസൂലുള്ള എണ്ണിയത് അൽ മർഅത്തു സ്വാലിഹ, സാലിഹത്തായ ഒരു ഭാര്യയാണ്. ആ ഭാര്യ ഭർത്താവ് ധ്യാനിച്ചതാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ്, വേണ്ട, നമുക്ക് ഉള്ള കാശ് കൊണ്ടുള്ള നിലംപണി എടുത്ത് നമുക്ക് തൃപ്പതിപ്പെടാം എന്ന് ഇങ്ങോട്ട് ഉപദേശിച്ചു തരാൻ പറ്റാകുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യയായിരുന്നു ഇവന്റെ ഭാര്യയെങ്കിൽ ഇവൻ ഈ ലോണിൽ കെട്ടിമറിയേണ്ടിയിരുന്നില്ല. ഇവനിക്ക് കാവി ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഭാര്യ സമ്മതിക്കണില്ല. ഭാര്യ നിർബന്ധിച്ചു ലോൺ എടുപ്പിച്ചു. എന്റെ അൽ മർഅത്തു സാലിഹ ആയില്ല. വലിയ ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മളെ സ്രാജുക്ക, അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകട്ടെ, ഒരു വോയിസ് എനിക്ക് വിട്ടി. ആ സാജുക്ക ക്ലാസ് വിട്ടുകൊടുക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് തിരിച്ച് സാജുക്കാക്ക് വിട്ടൊരു വോയിസ് എനിക്ക് സാജുക്ക വിട്ടെന്ന്. സാജുക്ക നിങ്ങളെ ക്ലാസ്
അല്ല വിട്ട് തരുന്ന ക്ലാസ് മുടങ്ങാതെ വിട്ട് തരണം. ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റാവുന്ന നല്ല നല്ല പോയിന്റ്സുകൾ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കനാറ്റ് ശ്രദ്ധിക്കണം. അതിക്ക് നമ്മൾ ഓതും നീ ഉള്ളത് കൊണ്ട് തൃപ്പതിപ്പെട്ടോ, ഉള്ളത് കൊണ്ട് തൃപ്പതിപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന ദുരന്തങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ലോണെടുത്ത് ആ ലോണ് അടച്ചു തീർക്കാൻ രാവും പകലുമില്ലാതെ അധ്വാനം, ശാരീരികമായും മാനസികമായും തളർന്നു വീട്ടുപണി കഴിഞ്ഞപ്പോഴേക്ക്. കാരണം വീട് നാട്ടുകാരും വീട്ടുകാരും പറയുന്ന മൊഞ്ചിലേക്ക് വീടെത്തിച്ചപ്പോഴേക്ക് അവൻ ലക്ഷങ്ങൾ ലോണ് കടമെടുക്കേണ്ടി വന്നു. ഇനി രാവും പകലും അത് ലോൺ അടച്ചു തീർക്കാനുള്ള കഠിനാധ്വാനം. അല്ല, കാരണം എന്താ? 16 മണിക്കൂർ ജോലി ചെയ്താലും വേണ്ടില്ല, ബാങ്കിലെ ലോൺ സാഹചര്യമാണ്. സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു മാസം ലോണ് തെറ്റുമ്പോ അത് പലിശ വരും. അങ്ങനെ 2 മാസം തെറ്റി, നിങ്ങൾ ആലോചിക്കും, 2 മാസം തെറ്റി 3 മാസം ലോൺ അടക്കുന്ന സംഖ്യ തെറ്റിയാൽ ബാങ്കിൽ നിന്ന് ആള് വരിക. ബാങ്കിൽ നിന്ന് ആള് വരികയാണ്. ഉമ്മക്ക് ബേജാറ്. മകന് വിളിക്കാം, മോനെ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നീന്. ഉമ്മാക്ക് പെരയിൽ ഉറങ്ങാൻ സമാധാനമില്ല. ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്ന് മടങ്ങിപ്പോയിക്കണ്. ഗൾഫിൽ അറബി ശമ്പളം കൊടുത്തിട്ട് ലോൺ അടക്കാൻ 3 മാസം ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ ലോൺ അടക്കാൻ 3 മാസം വൈകിക്കണ്. ഇനി ഉമ്മാക്ക് ബേജാറ്, പെരയെ കാണുന്നുറങ്ങാൻ ബാങ്കിൽ എപ്പോഴാണ് പെരേനെ കുറിച്ച് പുറത്താക്കുകയാണ്. ഈ എവിടുന്നതൊക്കെ വന്നത്? കനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്പതിപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പൊ ഒരു ബേജാറില്ല, ഒരു ബേജാറില്ലാത്ത മനുഷ്യ ഭാര്യ എന്നോട് എല്ലാരും നിങ്ങളെ മാതിരിയാണെങ്കിൽ എന്തായിരിക്കും ഈ ദുന്യാവിന്റെ അവസ്ഥ? നോക്കി നിങ്ങള്, ഇവരല്ല പൊങ്ങച്ചല്ല, എന്താണ് നമ്മുടെ അവസ്ഥ വരികയെന്നൊന്നും പറയാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് ചെയ്തിട്ട് 50 വയസ്സ് കഴിഞ്ഞു ഹിജ്റ വർഷപ്രകാരം. 10 ഉറുപ്യ ഷുഗർ നോക്കാൻ ഞാൻ ചെലവാക്കിയിട്ടില്ല. എന്റെ മനസ്സിൽ അള്ള വേണ്ടി വെച്ച് ഭൗതികമായിട്ട് 1-2 കാര്യത്തിലെ ബേജാറുള്ളൂ. പൈസ കടണ്ട്, അതൊന്ന് വീടി കിട്ടണം. പിന്നെ ആത്മീയമായുള്ള ബേജാറുകൾ, ഹബീബിനെ കാണണം, സാധിക്കൂലേ? ഹജ്ജും ഒന്നും ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ആത്മീയമായ ആ ഒരു ബേജാറല്ല, ഒരു 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 അതിൻ്റെ ഒരു ആഗ്രഹം. അത് മനസ്സിലത്ര വലിയൊരു ബേജാറില്ല. അപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ചിലർ അപ്പ ബേജാറാവും. എന്താണാവോ 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 എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല ഒപ്പ. ഒരു ചെറിയ ഉദാഹരണം പറയാം. അടുക്കളയ്ക്കും പൊളിച്ചു മാറ്റി നമ്മൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ ചില വീട്ടിൽ കണ്ടിട്ടില്ല നിങ്ങൾ? അഷ്റഫത്താമ്പി ഇല്ലേ? എന്റെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഭാര്യനോട് ചോദിച്ചോക്കൊണ്ട്. അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞു, എനിക്ക് അങ്ങനെ ബേജാറുണ്ടാവുന്നുണ്ടോ? അതായത് കുട്ടി എന്നും 5 മണിക്ക് സ്കൂളിൽ നിന്ന് വരും. 10 മിനിറ്റ് വൈകിയ ചില പെണ്ണുങ്ങൾ സ്വന്തം കണ്ട പെരുച്ചായിന്റെ മാതിരി, എന്തേ പെണ്ണ്, എവിടെ കുട്ടി, എന്താ കുട്ടി? അതും വെപ്പറാളൊന്നും വേണ്ടാന്നല്ല ഇപ്പൊ ഞാനീ പറഞ്ഞത്. എന്താപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും. ഒരു അല്ലേ, ഒരു ബേജാറുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഒരു 10 മിനിറ്റ് ഒരു കുട്ടിനെ അപ്പൊ ഒരു ബേജാറ്, ഒരു മനക്കെടുത്ത് നമുക്ക് വേണം. ഈ മനക്കെടുത്തും മനസ്സിലെ സന്തോഷം ഷുഗർ ഇല്ലാതാക്കും. ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞു കേട്ടോ. എന്റെ അനുഭവം 10 ഉറുപ്യ ഞാൻ ഈ ഷുഗർ നോക്കാൻ ഞാൻ ചെലവാക്കി. അത് ചിലപ്പം അപൂർവമായിരിക്കുമല്ലോ ഇന്നത്തെ കാലത്ത് ഷുഗർ നോക്കാത്ത മനുഷ്യന്മാര്. കൊളസ്ട്രോൾ നോക്കിയിട്ടില്ല, പ്രഷർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജലദോഷം വരുമ്പോൾ ഡോക്ടർമാരെ തോന്നുമ്പോൾ ഈ പ്രഷറൊക്കെ നോക്കാറുണ്ട്. ഇല്ല, നോർമലാണ് കുറച്ച്. കാരണം നമ്മളെ മനസ്സിന്റെ ഒരു നിയം കളയല്ല, ചിന്തിക്കാൻ വേണ്ടി നമ്മളിത് ബേജാറായി പന്തം പണയം വെച്ച് ബാങ്കിലെ ലോണ്, മനസ്സിലിങ്ങോട്ട് പിരിമുറുക്കങ്ങൾ ഇതൊക്കെ ഒന്ന് ഇനി കൊടുത്ത് ഒഴിവാക്കണം. എന്താവുക? മകളെ പ്രസവത്തിന് കൊണ്ടുപോകാനായി, മരുമകളെ പ്രസവത്തിന് കൊണ്ടുപോകാനായി, മകളെ പേര കുതിരിക്കലിന് ഓല മകര് ചെയ്ത് പണയം വെച്ചിട്ടാണ് ഫ്രിഡ്ജും കത്തിനും എത്തിച്ചു കൊടുത്തത്. ഇനിയിപ്പൊ ആ കുട്ടീനെ പ്രസവത്തിന് കൊണ്ടുപോകാനാവുമ്പോ എങ്ങനെയപ്പാ ചെയ്ത്? അപ്പൊ മാരും വേണ്ടാതെ
നിക്കാഹ് സഹിയായോ കളായി പോയ നോമ്പ് കളാവ് അതൊന്നല്ല ബേജാറ്. മരുവല പ്രസവത്തിന് നോമ്പ് ബാങ്കിന്റെ എങ്ങനെയാ പന്തം തിരിച്ചെടുക്കുക. ഉമ്മാക്കും വാപ്പാക്കും ഇപ്പൊ ഈ വേജാല് കണക്ക്. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ഞാൻ ഒരിക്കൽ പെരേ ചെന്നപ്പണ്ട് ആള് എന്താ ഒരു സുഖല്ലേ, എന്താ ഉസ്താദേ, ആകെക്കൂടെ ബേജാറാണ്. കുറെ പണ്ടങ്ങളുണ്ട് ബാങ്കില്. ഒരു മനുഷ്യനോട് പറയാൻ കുറെ പണ്ടങ്ങളുണ്ട് ബാങ്കില്. അതായത് പണയം വെച്ചിരിക്കുന്നു. എന്താന്ന് ചോദിച്ചു. രണ്ട് മക്കളെ കുതിരിക്കൽ കഴിഞ്ഞപ്പോഴേക്ക് ആകെതായി. ഇപ്പൊ ഇയാളിരുന്ന് ബേജാറാണ്ട് തമ്മക്കളെ കുതിരിക്കൽ കഴിഞ്ഞപ്പോഴേക്ക് കുറെ പണ്ടങ്ങൾ പണയം വെച്ച് മറ്റു മരുമക്കളെ പണ്ടങ്ങൾ പണയം വെച്ച് സാധനം വാങ്ങിക്കൊടുത്തതാ. എന്നാ ഈ പെങ്ങന്മാരെ കൂട്ടക്കാർ ചിന്തിക്കുന്നുണ്ടോ ഈ ഹറാമായ മുതലിന്റെ പണ്ടം പണയം വെച്ചിട്ടുള്ള ഫ്രിഡ്ജും കട്ടിലും ഈ കടന്ന് ഞങ്ങൾ സുഖിക്കുന്നു, അതും ചിന്തിക്കുന്നുണ്ടോ? വലിയ വലിയ ചർച്ചകളും പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാ. എന്നാലും ഞാനിപ്പോ പുതിയ 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 ശ്രോതാക്കള് ഇങ്ങനെ കടന്നു വരുമ്പോ എല്ലാവരും ഒന്ന് ചിന്തിക്കട്ടെ. ഇന്നലെ ഇപ്പൊ നമ്മൾ കുറെ ഇന്നലെ ഷഹീറിനോടൊരു വിഷയം പറഞ്ഞു. അടുക്കള പൊളിച്ചു ശരീരവേദനകൾക്ക് അടുക്കള പൊളിച്ചു മാറ്റുന്ന അങ്ങനെ ഒരു ഇത് വെച്ചപ്പോഴേ സ്വന്തமான ആൾക്കാർ ഇത് എന്താ വ്യൂവേഴ്സോ എന്താ ആശ്രമത്തമ്പേന്ന് പറയാ, കേട്ട റിസൾട്ട് യൂട്യൂബിൽ നിന്നും ഒക്കെ കേട്ട റിസൾട്ടിന് എന്താ പറയാ വ്യൂവേഴ്സ് വാക്കും അറിയില്ല. അപ്പൊ ആൾക്കാർക്ക് പാകരി അടുക്കള പൊളിച്ചു മാറ്റലും കക്കൂസ് പൊളിച്ചു മാറ്റലൊക്കെയാണ് മെയിൻ വിഷയം. അല്ലാതെ നിസ്കാരം ബാത്തിലാവലോ നോമ്പ് ബാത്തിലാവലോ ഹജ്ജ് ബാത്തിലാവലോ എന്നല്ല വിഷയം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ശൈലി പറ്റിയാലും പറ്റിയില്ലെങ്കിലും കനാഅത്ത് മാനസികമായ പിരിമുറുക്കം പ്രമേഹം എന്ന രോഗത്തിന്റെ ഒരു കാരണമാണ്. പ്രമേഹം എന്ന രോഗം മനുഷ്യനെ ശാരീരികമായി തളർത്തും. ശാരീരികമായി തളർത്തുമ്പോൾ പല മരുന്നുകൾക്കും നമ്മൾ അടിമപ്പെടും. പല മരുന്നുകളും കഴിക്കുമ്പോൾ ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി പോലത്തെ പല വലിയ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാകും. അല്ലേ? പ്രമേഹമൊക്കെ വന്ന് എനിക്ക് തകരാറൊക്കെ അല്ലെങ്കിൽ ഹാർട്ടിനൊക്കെ തകരാറ് പറ്റിയാൽ എത്ര ലക്ഷങ്ങളാണ് ഒരു മനുഷ്യൻ ചെലവഴിക്കേണ്ടത്. കാത്തു രക്ഷിക്കട്ടെ. ഉമ്മമാരെ, ഇവിടെ കൽബില് ഒരാളോട് കുനിച്ചു വേണ്ട, പോര് വേണ്ട, കിബറ് വേണ്ട, അസൂയ വേണ്ട. അയൽവാസി ഇന്നോവ വാങ്ങിക്കോട്ടെ, ഓൻ ടൈൽസ് ഓൻ മാർബിൾ ഇട്ടോട്ടെ, ഓൻ മേലക്ക് ഉണ്ടാക്കിയിട്ട് ഓട് പതിച്ചോട്ടെ, ഓന് എന്താണ് കുത്തിത്തിങ്ങാണ്ട് ചുമര് തേച്ചോട്ടെ, ഓൻ അലങ്കരിച്ചോട്ടെ. അതൊന്നും കണ്ട് നമ്മൾ അസൂയപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇന്റെ വീടും അതേമാതിരി ആവണം, ഈ ബേജാറും വെപ്രാളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ തന്നെ നമുക്ക് കുറെ രോഗങ്ങളും പ്രയാസങ്ങളും ഒഴിവായി കിട്ടും. അത് തന്നെയാണ് ഹബീബ് പറഞ്ഞത്, യഥാർത്ഥ രോഗം നിങ്ങളുടെ ദോഷങ്ങളാണ്. ആ രോഗങ്ങൾക്കുള്ള യഥാർത്ഥ മരുന്ന് ഇസ്തിഗ്ഫാറാണ്. ആ ഹദീസ് അങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കി. ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സാധാരണക്കാർക്ക് അത് ബോധ്യപ്പെടും. രോഗങ്ങളുടെ അടിസ്ഥാന കാരണം നമ്മളുടെ അടുക്കൽ വന്ന കുറെ പാകപ്പിഴവുകളാണ്. ഇത് ഭക്ഷണം കഴിച്ചതും കോഴി കഴിച്ചതും പോത്ത് കഴിച്ചതും ആത്തർച്ചി കഴിച്ചതും അതല്ലത്. അതൊക്കെ അതിന്റെ ഭൗതികമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് വേദനയിലേക്ക് തന്നെ തിരിച്ചു 5 മിനിറ്റ് കൂടി അടുക്കളക്ക് ഞാൻ പറയാം. നിങ്ങൾ അടുക്കള പൊളിച്ചു മാറ്റണോ, അടുക്കള എവിടെ കൊടുക്കണം എല്ലാം ഞാൻ പറഞ്ഞുതരാം. ആധികാരികമായി തന്നെ പറഞ്ഞു തരാം. ഓരോരുത്തരും ഇതിനെപ്പറ്റി വിലയിരുത്തി അവരുടെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വെച്ച് നമുക്ക് ചർച്ച ചെയ്യും. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറയും വേദന, അല്ലെ? ഇതാണല്ലോ ഇപ്പൊ ഇന്ന് വ്യാപകമായ ഒരു പ്രധാനപ്പെട്ട രോഗങ്ങളിൽപ്പെട്ട ഒരു രോഗമാണല്ലോ വേദന. ഒരു ചെറിയ മിനിറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി കുറച്ചൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാവും. കുറച്ചൊക്കെ നമ്മൾ ഒരു ചെറിയ വേദന വരുമ്പോഴേക്കും ഒരു ഡോക്ടറെ കാണുന്ന സാഹചര്യം. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. കാൽമുട്ട് വേദന ഒരു വ്യാപകമായ ഒരു വേദനകളിൽപ്പെട്ടതാണ് കാൽമുട്ട്. കൊണ്ടാണല്ലോ ജുമാഅത്ത് പള്ളികളൊക്കെ ഓഡിറ്റോറിയമായി മാറി. ജുമാഅത്ത് പള്ളികളൊക്കെയും ഒരു ഓഡിറ്റോറിയം ലുക്കിലേക്ക് പോയത് കാൽമുട്ട് വേദന കാരണം. ആർക്കും കാലിന്റെ മുട്ട് മുട്ടാൻ വയ്യ.
അത് കാരണം കസാല നിസ്കാരങ്ങളിലേക്ക് സമൂഹം ചേക്കേറി അതിന്റെ മസാലയും കാര്യങ്ങളും പറയല്ല. ഇപ്പൊ നോക്കി നിങ്ങൾ, ഞാൻ സാധാരണക്കാരോടെ പറഞ്ഞത്, കാൽമുട്ട് വേദന വന്നു, ചെറിയ വേദന വരുമ്പോഴേക്ക് നോക്കി, അതും ഞാൻ പറയാം, അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അരീക്കാട് അഷ്റഫ് എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്തപ്പോൾ അരീക്കാട് അഷ്റഫ് പറഞ്ഞു അത് വളരെ കറക്റ്റാണ്. അപ്പൊ നമ്മൾ കാൽമുട്ട് വേദന അല്ലെങ്കിൽ ഊരവേദന എന്ന് പറഞ്ഞ് അലോപ്പതി ഡോക്ടർമാരെ കാണിച്ചെന്താ പറയാ, എല്ല് തേയ്മാനം. ഞാൻ നാടൻ വൈദ്യന്മാർ പറഞ്ഞ അങ്ങനെ സംഭവേ ഇല്ല, എല്ല് തേയ്മാനം പറ്റൂല. അവര് എല്ലിന് നീർക്കെട്ട് വരുന്നത് കൊണ്ടാണ് വേദന. ഇന്നലെ അരീക്കാരൻ അഷ്റഫ് പോയോ, അഷ്റഫ് ഇന്നലെ പറഞ്ഞു അത് വളരെ കറക്റ്റ് അങ്ങനെ പറഞ്ഞു. കാരണം മൂപ്പര ജ്യേഷ്ഠൻ ഒരു വേദന സഹിക്കുന്ന ആളേന്. ഇങ്ങനെ പല ഡോക്ടർമാരും എന്ത് ചെയ്തു, കാണിച്ചു. ഓല് എല്ല് തേയ്മാനം പല മരുന്നും കഴിച്ചിട്ട് ഒരു പേരും കിട്ടി. അവസാനം ഒരു വൈദ്യരെ കാണിച്ചു. അയാൾ പറഞ്ഞത് ഒരു നീർക്കെട്ടിന്റെ പ്രശ്നമാണ്. അയാൾ എന്തോ ഒരു പച്ച മരുന്നൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിപ്പോ കുറച്ച് സമാധാനം. നിങ്ങൾ നമ്മൾ എല്ല് തേയ്മാനം എന്നിട്ട് ഒരൊറ്റ മിനിറ്റോ യുനാനി ഡോക്ടർ UK ഷെരീഫ് പട്ടാമ്പി, നമ്മളെ മുമ്പൊക്കെ നമ്മുടെ യുനാനി ക്ലാസ് നമ്മുടെ ക്ലാസ് റൂമിൽ നിർത്തിയിരുന്നു. ഇവിടെ മർക്കസ് യുനാനി ഹോസ്പിറ്റൽ മെയിൻ ഡോക്ടറാണ് അത് UK ഷെരീഫ്. ആഫിയത്തുള്ള ആയുസ് നൽകട്ടെ. എപ്പോഴും KMIC കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പൊ നമ്മളെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജൊക്കെ ആയപ്പോ അവിടെ തിരക്കും പ്രയാസങ്ങളും അത് ജോലി ഭാരങ്ങൾ വന്നപ്പോ ക്ലാസ് റൂമിൽ കയറാൻ സാധിക്കാത്ത വർത്താനൊക്കെ മൂപ്പര് പറഞ്ഞു. മൂപ്പര് എന്നോട് പറഞ്ഞൊരു കാര്യങ്ങൾ, നമ്മളിപ്പോ ഒരു മുട്ടുവേദന വന്നാൽ പിന്നെ നമ്മൾ ആ മുട്ട് മറക്കൂല, അല്ലേ? നമ്മളിപ്പോ മുട്ടുവേദന വന്നാൽ പിന്നെ നമ്മൾ നേരെ യൂറോപ്യൻ ക്ലോസറ്റ്, അതുവരെ സാധാ ക്ലോസറ്റ് ഉപയോഗിച്ച വ്യക്തി പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ആയി. കാരണം കാലിന്റെ നിസ്കാരം കസാലയിലേക്കായി. പിന്നെ കസാലയിൽ ഇരിക്കുകയാണെങ്കിൽ കാല് നീട്ടി, അങ്ങനെയല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റിൽ അത് കാലിന്റെ മുട്ട് വേദന വന്നാൽ ഫസ്റ്റിൽ 5 മിനിറ്റ് മടക്കുക. കാലിന്റെ മുട്ട് വേദന സഹിക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ദിവസം 10 മിനിറ്റ് മടക്കി പിടിക്കും. അപ്പൊ നമ്മൾ കാലിന്റെ മുട്ട് വേദനയുള്ളവർ കസാര പോലത്തയിൽ ഇരിക്കുമ്പോ കാല് താഴ്ത്തി വെച്ച് നീട്ടി വെക്കല്ല, കാല് കയറ്റി വെച്ച് കാലിന്റെ മുട്ട് മടക്കി വെക്കുക. അത് ആലോചിക്കാൻ പറ്റാ, അതൊന്ന് പറയല്ലേ, ചികിത്സിക്ക്. എന്നിട്ട് അപ്പൊ ആദ്യം ഒരു 5-4 മിനിറ്റ് ആകുമ്പോ ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ടാവും, കാരണം കാലിന്റെ മുട്ട് മടക്കിയിരിക്കല്ലേ. പിന്നെ രണ്ടാമത്തെ ദിവസം ഒരു 10 മിനിറ്റ്, മൂന്നാമത്തെ ദിവസം ഒരു 15 മിനിറ്റ്, നാലാമത്തെ ദിവസം അവന്റെ വേദന പകുതി മുക്കാലും മാറി. നേരെ മറിച്ചെന്താ, നമ്മൾ കാലിന്റെ മുട്ടുവേദന അവരൊരു ചെറിയ നീർക്കെട്ട് വന്നു, അപ്പൊ പിന്നെ നമ്മളത് മടക്കാതെ നീർത്താതെ ഇങ്ങനെ കൊണ്ടിറക്കുകയാണ്. മടക്കണില്ല, നീർത്തുന്നില്ല, ഓനിങ്ങനെ ആ നീർക്കെട്ട് അവിടെ കൂടി ഇങ്ങനെ വരും. അവസാനം വലിയ ചികിത്സയിലെ കഥ അന്ന് UK ഷെരീഫ് എന്നോട് പറഞ്ഞത്. അതായത് ഞാൻ ആധികാരികതൊന്നും ഇല്ലാതെ എന്തെങ്കിലും പറയല്ല. കാൽമുട്ട് വേദനകൾക്ക് പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഓരോ ദിവസവും വിഷമം സഹിച്ച് അതിങ്ങനെ മടക്കി. അപ്പൊ നമ്മൾ വേദനയും വരുത്തക്കും വരും. ഫസ്റ്റൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഭൗതികമായ മാർഗത്തിൽ തന്നെ ചില പ്രായോഗികമായ വശങ്ങൾ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് സാധിക്കും. എൻ്റെ ഒരു മോള് ഒരിക്കൽ സ്കൂളിൽ നിന്ന് വീണ് കാലിന്റെ മുട്ട് വേദനയാണ്. അപ്പൊ വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, അപ്പൊ ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നു. മുമ്പ് ഞാൻ വെച്ചിരുന്നു ഉമ്മയുള്ള കാലത്ത്, പ്രായമായ ആൾക്കാരെന്തൊരു ആവശ്യം, പിന്നെ ഞാൻ ഒഴിവാക്കി. അപ്പൊ ഞാൻ എന്നാലും അത് ഉപയോഗിക്കാൻ ആരും അയച്ചിരുന്നില്ല, വീട്ടിൽ ആരും ഉപയോഗിക്കാൻ അയച്ചില്ല. ഒരു മനുഷ്യന്മാരെ അവസ്ഥ അല്ലേ, സാധയിൽ ഇരിക്കാൻ വയ്യെങ്കിൽ അതൊക്കെ വേണ്ടാന്നല്ല. അപ്പൊ ഈ കാൽമുട്ട് വേദന സ്കൂളിൽ നിന്ന് വീണ കാര്യം ഞാൻ പറഞ്ഞത് 3 ദിവസം സാധാ മുമ്പത്തെ ദിവസങ്ങളിൽ നീ ഉപയോഗിച്ച മാതിരി തന്നെ സാധാ ക്ലോസറ്റ് ഉപയോഗിക്കുക. മരുന്നില്ലാതെ 4ാമത്തെ ദിവസം ആ വേദന മാറി. ഞാനിതൊക്കെ ഇപ്പൊ നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം. ഇപ്പൊ നമ്മളെയൊക്കെ പറ്റിയ അബദ്ധം ഇതാണ്. അതായത് നമ്മളൊരു മുട്ടുവേദന വരുമ്പോഴേക്ക് പിന്നെ കസാല നിസ്കാരം, യൂറോപ്യൻ ക്ലോസറ്റ്, അത് കാലിന്റെ മുട്ട് മടക്കലില്ല, ഗുളിക വാങ്ങി കഴിക്കും, ചിലവർ തൈലം വാങ്ങി. പക്ഷെ അതല്ല, ഇതിങ്ങനെ ഒരു ദിവസം കുറച്ച് മടക്കുക, 2ാമത്തെ ദിവസം വീണ്ടും മടക്കുക. ഇന്നിപ്പോ അതാണ്. ഇപ്പം ഒരു 10-18 അല്ല, 2-3 വയസ്സ് ഇപ്പം
അപ്പൊ പുതിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ മിക്ക വീടുകളിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഒരു സ്വന്തമായി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യേണ്ട പ്രായമാവുന്ന കുഞ്ഞ് 2-3 വയസ്സാവുമ്പോഴേക്ക് തന്നെ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ചേക്കേറി. അവൻ മറക്കിരിക്കാനും മൂത്രമൊഴിക്കാനും ഇരിക്കുമ്പോൾ കാലിന്റെ മുട്ട് മടങ്ങുന്നില്ല. ഇനി മൂത്രമൊഴിക്കുന്നവർ തന്നെ എല്ലാം നിന്നും ഒഴിക്കുന്ന സാഹചര്യമായി. ഒലുണ്ടാക്കുന്നത് പഴയ കാലത്തൊക്കെയും ഇരുന്നിട്ടായിരുന്നു ഒലുണ്ടാക്കിയത്. നമ്മുടെ ജുമാഅത്ത് പള്ളികളിലൊക്കെയും ഇരുന്ന് ഒലുണ്ടാക്കുന്ന ശിഷ്ടമായിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെയും ജവന, കിണ്ടി പോലോത്തതിൽ വെള്ളം ഉപയോഗിച്ച് ഇരുന്ന് ഒലുണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു. ഇബാദത്തിന്റെ വിഷയത്തിലൊക്കെ ഇരിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ എവിടെങ്കിലൊക്കെ ഒരു ദിക്ർ മജ്ലിസിന് പോയാൽ നിലത്തിയിരുന്ന് കാലിന്റെ മുട്ട് മടക്കിയുള്ള ദിക്റിന്റെ മജ്ലിസുകളായിരുന്നു എല്ലാം. വയലുകളും പള്ളികളിലെ വയലുകളൊക്കെ കാലിന്റെ മുട്ട് മടക്കിയിരിക്കുന്ന, പക്ഷെ ഇന്ന് വയലിന്റെ സദസ്സുകളൊക്കെ കസാരയാണ്, ദിക്റിന്റെ മജ്ലിസുകളൊക്കെ കസാരയാണ്. അല്ലേ? അതേമാതിരിക്ക് തന്നെ പഴയ കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നത് പലക. എന്നൊക്കെയോ 10-ാം പേരിൽ ഉണ്ടായി, ഞാൻ അവർക്ക് കണ്ടിക്കണോ എനിക്കറിയില്ല. അതായത് ഒരു 4 കാലില്ല ഒരു എന്താണ് 4 കാലുണ്ടാവും, അതിന്റെ മേലെ ഒരു ഇതുണ്ടാവും, ഒരു പലക മുക്കാലിനൊക്കെ പറയും. അറിയുമ്പോ എന്നിട്ട് ചോദിച്ചിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഈ മുക്കാലിന്മ ഈ പലകം ഇരുന്ന് ചോദിച്ചിട്ട് എത്ര നിങ്ങൾക്ക് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? എല്ലാം അങ്ങനെ ഊര വലയുന്ന ഒന്നുണ്ടാക്കുമ്പോഴും ദിക്റിനിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ഊരിയും രടിക്ക് വളഞ്ഞിരുന്നു, കാലിന്റെ മുട്ടൊക്കെയും വളഞ്ഞിരുന്നു. എല്ലാം മറക്കിരിക്കലും ഭക്ഷണം കഴിക്കലും സലാത്ത് മജ്ലിസായാലും കസാര, യൂറോപ്യൻ ക്ലോസറ്റ്, ഒതുണ്ടാക്കൽ എല്ലാരും നിന്നിട്ടാലോ. അപൂർവം ഇപ്പൊ പൊന്നാനി ജുമാഅത്ത് പള്ളിക്കൊക്കെ പോയാലാണ് ഇരുന്ന് ഒതുണ്ടാക്കാൻ പറ്റിയ ഹൗല് കാണുന്നത്. കേരളത്തിൽ 99.25% നിന്ന് ഒതുണ്ടാക്കുന്നത്. അപ്പൊ നമ്മളുടെ മതങ്ങൾ അങ്ങനെ ചുരുങ്ങി വന്നപ്പോ കാലിന്റെ മുട്ടുവേദന അല്ലാതെ എന്തല്ല. നമ്മൾ വെറുതെ ഡോക്ടർമാർ ഇങ്ങനെ പറയും ആ മരുന്ന് കഴിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കും. ഏതായാലും ഞാൻ സാന്ദർഭികമായി ഉണർത്തി സമയം കഷ്ടപ്പെടുത്തുന്നില്ല. ഒരൊറ്റ ദിക്ർ അതൊന്ന് ഉപയോഗപ്പെടുത്തി വെക്കാൻ എല്ലാത്തൊരു ദിക്റാ. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു ശരീരത്തിന് വേദന വന്നപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ അത് ചെയ്തു, പിന്നെ എനിക്ക് അങ്ങനെ വേദന വന്നിട്ടില്ല. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാലിക് റളിയല്ലാഹു അൻഹു, തുർമുദി ഇമാം, അബൂ ദാവൂദ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫലം അസൽ എന്നാണ് തന്നെ, ഞാൻ ആയിക്കൊണ്ടേയിരുന്നു. ആമറുബിഹി, അതുകൊണ്ട് കൽപ്പിക്കുന്ന ആളായിക്കൊണ്ടേയിരുന്നു. അഹിലി, എന്റെ അഹിലുകാരോട്, ഗൈരിഹിം, എന്റെ അഹിലുകാരല്ലാത്തവരോടും. എന്റെ ശരീരത്തിൽ ഇങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ റസൂലുള്ള പറഞ്ഞു, ഇന്നാലിന്ന കാര്യം നീ ചെയ്താൽ. ഞാൻ ചെയ്തു, എന്റെ രോഗം മാറി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇനി പിന്നെ എന്റെ കുടുംബക്കാരിലോ എന്റെ അയൽവാസികളിലോ എന്റെ ബന്ധപ്പെട്ടവരിലൊക്കെയും അങ്ങനെ വേദന വന്നാൽ ഞാൻ ആ റസൂലുള്ള പറഞ്ഞ ദിക്ർ അവരോട് കൽപ്പിക്കും. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ കൊണ്ട് വേദന മാറ്റുമ്പോൾ അവരുടെ ചില സംശയങ്ങൾ തീർക്കാൻ, ആ സംശയങ്ങൾ തീർത്ത് ക്ലാസ് എടുക്കുമ്പോഴേ അത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അങ്ങനെ നമ്മളിപ്പോ ആ സംശയം തീർക്കാൻ നിന്നാൽ മൗലിദിന്റെ സമയം ഒഴുകും എന്ന് ബാക്കി നാളെ പറയാം. നിങ്ങൾ ശരീരവേദനകൾക്ക് അടുക്കള പൊളിച്ചു മാറ്റുന്ന വളരെ നിങ്ങൾ വരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു. നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂട്ടുകളാണോ ശരി, അല്ല ഇതിന്റെ ശരിയായ വശം ഇങ്ങനെയാണോ എന്ന് ചിന്തിച്ച് ഇനിയുള്ള നമ്മുടെ ഭാവി ജീവിതങ്ങളിൽ നമ്മുടെ രോഗങ്ങൾക്കുള്ള യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി ആ കാരണങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകുന്നതാണ്. അതുകൊണ്ട്
ഞാൻ ആ വോയിസിന് ആ അദ്ദേഹം കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഷുഗറിന് മരുന്ന് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഷുഗറിനുള്ള മരുന്ന് പല മാരകമായ, പക്ഷേ ഷുഗർ വന്നാൽ പിന്നെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. ഷുഗർ വരാതിരിക്കാൻ നമ്മുടെ മനസ്സിന്റെ അതാണ് നമ്മുടെ തസവൂഫ്. തസവൂഫ് അതാണ് ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തിന്നും. അതിനുള്ള ഒരു ബോധം. മറ്റേ എന്റെ റേഡിയോ ശ്രോതാക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഈ ഗ്രൂപ്പിലൂടെ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ക്ലാസ് കേൾക്കുന്നവരോടൊക്കെ നമ്മൾ ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടുകാരെ എത്തിച്ചാൽ തന്നെ കുറേ വിഷമം. കാരണം ഗൾഫിൽ ശമ്പളം കിട്ടിയിട്ട് 5 മാസമായി, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് 6 മാസമായി. പക്ഷെ ഭാര്യക്ക് ഇന്നും മാസം അതിന്റെ മുമ്പ് കിട്ടിയ മാസം കിട്ടുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ ഭാര്യ ചൂടാവുകയാണ്. എന്നൊക്കെ ജോലി ഇല്ലാത്ത എന്താ കാര്യം, ഞാൻ എന്താ കാട്ടുക അല്ലേ? ഇതൊക്കെയല്ലേ പറയും. അപ്പൊ ഈ ഉള്ളത് കൊണ്ട് ചെറുപ്പരിപ്പത്ത് ജീവിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമ്മുടെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുള്ള വീട് പണിയും സ്വന്തം പണയം വെച്ചിട്ടുള്ള കുടിയിരിക്കലും ഒക്കെ ഒന്ന് അവസാനിച്ചു. അത് ഖനാഅത്ത്, ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള ഒരു 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 ആ നല്ല മനസ്സ് ശുദ്ധിയിലേക്കാണ്ട് എത്തിച്ചേർന്നാൽ നമ്മുടെ ഒരുപാട് പ്രശ്നം സമാധാനാവും. നമുക്ക് കടങ്ങൾ ചുരുങ്ങിക്കിട്ടും, ബാങ്കിലെ ലോൺ ഒഴിവായി കിട്ടും. ഉള്ള ജോലി ചെയ്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ സുഖമായി നിസ്കരിക്കാൻ ടൈം കിട്ടും, നിസ്കരിക്കുമ്പോൾ റാഹത്ത് കിട്ടും, ജോലിക്ക് പോലത്തെ ദിക്ർ ഹൽക്കലേക്ക് പോവാം. ഇപ്പൊ പലോലും നോക്കാൻ നിങ്ങൾ മറ്റേ ദിക്റോ മൗലിദോ റാത്തീബോ വയലിന്റെ സദസ്സൊക്കെ ഇതൊന്നും നേരല്ല. എന്താ ഉസ്താദങ്ങൾ പറഞ്ഞത്? 10 ഉറുപ്പ്യ ജോലിയാണ്, തിരക്കാണ്, നേരല്ല. നാട്ടിൽ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം, ആ പൈസക്ക് ഈ പൈസക്ക് ചെലവ്. ഇത് വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, ആർക്കെങ്കിലൊക്കെ ഉപകരിക്കും എന്ന് അല്ലാഹുത്താല ഉപകാരമുള്ളത് മാത്രം പറഞ്ഞ് നമ്മുടെ പോരായ്മ കാരണം നമുക്ക് വന്ന് പിടിപെട്ട രോഗങ്ങൾ അല്ലാഹു പൂർണ്ണമായി ആ 370 റേഡിയോ ശ്രോതാക്കളെ നമ്മളൊക്കെ നമ്മളെ ക്ലാസ് KMIC ഗ്രൂപ്പിലൂടെ ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് കേൾപ്പിച്ച് ഈ പന്തം പണയം വെച്ചുള്ള മുടി കളച്ചലും ഈ ഗ്രാനൈറ്റ് ഇടലും അതിനൊക്കെ ഒരു സമാധാനം, നല്ല വഴലുകൾ കേൾപ്പിക്കണം. അല്ലാതെ അതിപ്പോ ഇങ്ങനെ പറഞ്ഞു അത് ചൂടായിട്ടൊന്നും കാര്യമില്ല. ചൂടായതുകൊണ്ടൊന്നും ഇപ്പൊ സ്ത്രീകളുടെ മനസ്സ് പെട്ടെന്ന് നല്ല നല്ല സ്പീച്ചുകൾ, നല്ല നല്ല വയലുകൾ കേൾക്കുമ്പോ മാറ്റം വരും. ആണല്ലോ, ഭർത്താക്കന്മാരോട് ചൂടാവുന്ന സ്ത്രീകളുണ്ട്. അതൊക്കെ ഇതുപോലത്തെ പല വിഷയങ്ങൾക്കും ചൂടാവുന്നുണ്ട്. ഞാൻ മൂതിരല്ലാതെ പോകൂല. ഞാൻ എങ്ങട്ട് വല്ല ഏതോ കുടുംബത്തിനൊരു പെണ്ണ് പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പന്തം കെട്ടുന്നുണ്ട് 40 തന്ന്, എങ്കിൽ പോകൂല. അപ്പൊ ഭർത്താവ് ചിലപ്പോ ഓന്റെയൊക്കെ കായില്ലാത്ത ദേഷ്യത്തിന് മതി ഇത് പോകൂല. ഭർത്താവിനോടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ എന്റെ ഭാര്യനോട് പറയും. ഇതൊക്കെ വലിയ രോഗങ്ങൾക്ക് കാരണമാകും. ഞാൻ എന്റെ ഭാര്യനോട് പറയും, സംഗതി അന്റെ അത്ര നാവും തൊടുക്കൊന്നും ചിലപ്പോ ഞാൻ ഉണ്ടായിക്കോന്നില്ല. പക്ഷെ അന്റെ മുമ്പിൽ ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഭർത്താവാ. എന്താ നിന്റെ സ്ഥാനം? നിന്റെ സ്ഥാനം നമ്മൾ ഈ ഇമ്മാതിരി കാരണം ഇതൊക്കെ ഒരു കനാഅത്തില്ലാച്ചാ നമ്മൾ ഈ പന്തം കത്തലും അതും ഇതും ഇതിന്റെയൊക്കെ പേരിൽ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുന്ന സഹോദരി, അള്ളാന്റെ ലയനത്താണ് നിനക്ക് കിട്ടുന്ന പ്രശ്നം. ഭർത്താവിനോട് ചൂടായി, ഭർത്താവിന്റെ മനസ്സ് വെറുപ്പിച്ചു, മലായിക്കത്തീങ്ങൾ നിന്നെ ശപിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇനി നിന്റെ ദുആക്ക് ഇജാബത്തില്ലാത്ത ഒരു അള്ളാഹുവിന്റെ മലായിക്കത്തീങ്ങളുടെ ശാപത്തിന് കാരണമായ നമ്മൾ പൈശാചികമായ കുതിക്കിൽ പെടുന്നു. ഇങ്ങനെ നമ്മുടെ മനസ്സ് ദുഷിക്കുന്നു, രോഗിയാകുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഉണർത്തി എന്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ
നല്ലോണം നമ്മുടെ സഹോദരി നമ്മളെ ഒരു ബോധം നൽകുന്ന ക്ലാസുകളൊക്കെ എത്തിച്ചു കൊടുത്ത് പരമാവധി ഉള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിയ അവസ്ഥയിലേക്ക് വന്നാൽ തന്നെ ക്ലാസുകളൊക്കെ ഒഴിവായി നമ്മൾ ചെയ്തു. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. അത് കാര്യങ്ങൾ നമ്മുടെ സാധാരണക്കാര് ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നതാണ്. ഇതൊക്കെ പല ഗ്രൂപ്പിലൂടെ ഒരുപാട് സാധാരണക്കാർ അതെ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവരൊന്നും ഇങ്ങനെ ഒരു ഊട്ടാനും പോവാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല അബദ്ധങ്ങൾ എന്നൊക്കെയും അറിയിക്കുന്ന സഹോദരന്മാരും ഫാമിലികളുണ്ട്. അപ്പൊ അവരിലത് ബോധ്യപ്പെടും. പല ആളുകൾ എനിക്ക് വിളിക്കും, തരങ്ങൾ ഇതിന് വിഷയം പറഞ്ഞിട്ട് നല്ലൊരു ഒരു ഞങ്ങളെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്റെ അമ്മാക്കുള്ള ഈ സ്വഭാവം ഒന്ന് മാറി, അല്ലെങ്കിൽ എന്റെ ഭാര്യക്കുള്ള ഈ സ്വഭാവം ഒന്ന് മാറിക്കിട്ടും. ഞാൻ സംസാരിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്റെ ഭാര്യക്ക് കേൾപ്പിക്കാനാണ്, അല്ലെങ്കിൽ എന്റെ അമ്മാക്ക് കേൾപ്പിക്കാനാണ് റെക്കോർഡ് ചെയ്യണ്ട. അതിനൊക്കെയും പറ്റിപ്പാന്ന ക്ലാസ് KMIC എവിടെങ്കിലും കിടക്കുന്നുണ്ടാവും, അതാണ് കേൾപ്പിക്കാന്ന് പറഞ്ഞതാണ്. ഏതെങ്കിലൊക്കെ മനസ്സ് കേട്ട് നന്നായെങ്കിലോ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശമനം നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ പോരായ്മ കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകളുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജോലി ഭാരം കൂടി നിസ്കാരം പൂർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അള്ളാഹു തആല അതിനൊക്കെ ഒരു പിന്മാറാനുള്ള ഒരു തൗഫീഖും അതുള്ള കടങ്ങൾ വീടി റാഹത്തായ ജീവിതം ആരുമില്ലേ.